നമസ്കാരം. ശശിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു പ്രധാന വാർത്തയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യം കടയ്ക്കൽ കുമ്മിൾ പഞ്ചായത്തിലെ തുളസിമുക്കിൽ നിന്നും ആരംഭിച്ച് നടവാറ വഴി കൊണ്ടോടിയിൽ എത്തി വിവിധ ഭാഗങ്ങളിലേക്കും കടന്നു പോകുന്ന ഒരു റോഡിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഈ റോഡ് 3 പഞ്ചായത്തുകളെ കോർത്തിണക്കുന്ന ഒരു പ്രധാന റോഡാണ്. കുമ്മിൾ, കടയ്ക്കൽ, ചിതറ, ഈ 3 പഞ്ചായത്തുകളെയും ഈ റോഡ് കോർത്തിണക്കുന്നുണ്ട്. എന്നാൽ 7 വർഷങ്ങളായി ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ദുഷ്കരവും ദുരിതവും നിറഞ്ഞതാണ്. വളരെ പ്രത്യാഘോഷിച്ച നിർമ്മാണോദ്ഘാടനമൊക്കെ കഴിഞ്ഞു എന്നാണ് ഞങ്ങളിവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്നാൽ 7 വർഷങ്ങൾക്ക് മുമ്പ് ടെൻഡറായ റോഡ്, അതിൻ്റെ കരാറുകാരൻ 80% ബില്ല് മാറി റോഡ് പണിയാതെ ഇട്ട് കളഞ്ഞിട്ട് പോയി എന്നാണ് നാട്ടുകാരും ബന്ധപ്പെട്ട വാർഡ് മെമ്പറും ഞങ്ങളെ അറിയിച്ചത്. ഇതൊക്കെയാണ് ഈ റോഡിൻ്റെ അവസ്ഥ. തൊട്ടടുത്തായി 2 പാറക്കോറികൾ, ക്രഷർ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടേക്ക് കടന്നു വരുന്ന വാഹനങ്ങൾ നിരവധിയാണ്. പക്ഷേ ആ വാഹനങ്ങളും ദുരിതപൂർണമായാണ് ഈ റോഡ് താണ്ടി പുറത്തേക്ക് പോകുന്നത്. നമുക്ക് വാർഡ് മെമ്പർ ശ്രീ കുമ്മിൾ ഷമീറിനോട് ഈ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചോദിച്ചു വരാം. കുമ്മിൾ, ചിതറ, കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട PWD റോഡാണ് പാങ്ങലിയാട് തുളസിമുക്ക് റോഡ്. കഴിഞ്ഞ 7 വർഷമായി ഈ റോഡ് ഇതേ അവസ്ഥയിൽ തുടരുകയാണ്. മുല്ലക്കര രത്നാകരൻ MLA ആയിരുന്ന സമയത്ത് ആരംഭിച്ച പണി ഇപ്പോഴും പാതി വഴിയിൽ കിടക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിൽ നടവാറ മുതൽ തുളസിമുക്ക് വരെ വരുന്ന ഭാഗത്തെ പണി ടാറിങ് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കരാറുകാരന് ബില്ല് 80% മാറിക്കൊടുത്ത് കരാറുകാരൻ മാറിപ്പോയ അവസ്ഥയാണ് നിലവിലുള്ളത്. എന്നാൽ അതിനുശേഷം ഓരോ ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും ഫ്ലെക്സ് അടിച്ചു വെച്ച് പൈസ അനുവദിച്ചു എന്ന് പറയുകയും ഉദ്ഘാടനം നടത്തുകയും ചെയ്യുന്ന സ്ഥിരം ഉദ്ഘാടന റോഡായി ആളുകളെ ഇലക്ഷൻ സമയത്ത് പറ്റിക്കുന്ന സമീപനമാണ് ഇവിടുത്തെ LDFും അതുപോലെ തന്നെ ഈ പറയുന്ന സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ വ്യാപകമാണ്. അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് കഴിഞ്ഞ 2 വർഷമായി സമരമുഖത്താണ്. ഉപവാസ സമരങ്ങൾ ഉൾപ്പെടെയുള്ള സമരങ്ങൾ കോൺഗ്രസ് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തുടർ സമരമായിട്ട് ഇതുവരെയായിട്ടും ഈ റോഡ് ശരിയാക്കാത്തതിനായിട്ട് ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് നാളെ വൈകുന്നേരം 5 മണിക്ക് കുമ്മിൾ നടവാറയിൽ നിന്ന്, ഈ റോഡ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നടവാറ പ്രദേശത്ത് നിന്ന് കുമ്മിളിലേക്ക് വൻപിച്ച ജനകീയ പ്രക്ഷോഭം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ജനകീയ സമരസമിതി നേതൃത്വത്തിൽ നടക്കുകയാണ്. അതുമാത്രമല്ല, റോഡിൻ്റെ പ്രശ്നം മാത്രമല്ല, ഈ റോഡുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം, ഏറ്റവും ഗുരുതരമായിട്ടുള്ള മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ജൽജീവൻ മിഷൻ പ്രകാരം ഈ പറയുന്ന പാങ്ങലിയാട് തുളസിമുക്ക് റോഡിന് സമീപം ഇതിൻ്റെ ബൈ റോഡുകളിലുള്ള ആളുകൾക്കും ജൽജീവൻ മിഷൻ പ്രകാരം കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള കണക്ഷൻ അവരുടെ വീടുകളിലേക്ക് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെയായിട്ടും കുടിവെള്ള കണക്ഷൻ അവർക്ക് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഈ റോഡ് മുറിച്ചുകൊണ്ട് പൈപ്പ് ലൈൻ ഇടാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് PWD അതിന് തടസ്സവാദം ഉന്നയിക്കുകയും അതിനെ തുടർന്ന് റോഡ് മുറിക്കാതെ തന്നെ റോഡിൻ്റെ 2 സൈഡുകളിലുമുള്ള സ്ഥലത്ത് 2 സൈഡുകളിലുമായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റി തയ്യാറാവുകയും ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് വാട്ടർ അതോറിറ്റി 65 ലക്ഷം രൂപ ഇതിനു വേണ്ടിയിട്ട് PWDക്ക് അടയ്ക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ 10 മാസമായിട്ടും ഈ പറയുന്ന PWD ഈ വാട്ടർ അതോറിറ്റിക്ക് ഈ പൈപ്പ് ലൈൻ ഇടുന്നതിന് വേണ്ടിയിട്ടോ കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടോ ഇതുവരെയായിട്ടും അനുമതി കൊടുക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെ റോഡുമില്ല, കുടിവെള്ളവുമില്ലാത്ത ഈ മേഖലയിലെ ജനങ്ങളെ പൂർണ്ണമായിട്ടും വെല്ലുവിളിക്കുന്ന സമീപനമാണ് സർക്കാർ അധികാരികളുടെ ഭാഗത്തുനിന്ന്, ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ സാധ്യമായ എല്ലാ വഴികളിൽ കൂടിയിട്ടും ഇതിനെതിരായിട്ടുള്ള ശബ്ദം ഉയർത്തിക്കൊണ്ട് കഴിയുന്ന എല്ലാ വേദികളിലും നേരിട്ടും അല്ലാതെയും ഇതിനു വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തിക്കൊണ്ട് വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ അതുകൊണ്ടൊന്നും ഇതൊന്നും നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ശക്തമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും കാതലായ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടാണ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിന് രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാ ആളുകളും ഇതിന് ഒറ്റക്കെട്ടായിട്ട് ഇതിനകത്ത് ഉണ്ടാകുമെന്നാണ് പരിപൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. എല്ലാ ആളുകളുടെയും സഹകരണം ഈ വിഷയത്തിനകത്ത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മൂന്നോളം ബസ്സുകൾ സർവീസ് നടത്തുന്ന ഒരു റോഡ് കൂടിയാണിത്. കടയ്ക്കിൽ നിന്നും, ചിതറയിൽ നിന്നും, അതോടൊപ്പം കുമ്മിളിൽ നിന്നും ഈ 2 പഞ്ചായത്തുകളിലേക്കും നിരവധി ആൾക്കാർ ഈ റോഡ് വഴി നിരന്തരം യാത്ര ചെയ്യുന്നുണ്ട്.
പക്ഷേ യാത്ര വളരെ ക്ലേശകരമാണ്. ഇവിടെ ഈ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മളോട് ഈ നാട്ടുകാർ പറയുന്ന ചില അഭിപ്രായങ്ങൾ കൂടി നമുക്ക് കേട്ടുവരാം. ഞാനൊരു സ്ട്രോക്ക് വന്ന ഒരു പേഷ്യൻ്റാണ്. എനിക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. റോഡ് ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ടുണ്ടോ അറിയില്ല. ഇതാണ് അവസ്ഥ. നമ്മളെ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. ഞങ്ങൾക്ക് റോഡ് വേണം. ഞങ്ങൾക്ക് റോഡ് കൂടിയേ തീരും. റോഡുണ്ടെങ്കിൽ അതുകൊണ്ട് ഈ കൊച്ചുങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ഗതികേട് ഇത് കണക്കൊരു റോഡ് മനുഷ്യ ജീവിതത്തിൽ കണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. ഈ 1.5 കിലോമീറ്റർ ഇത്രയും ഗതികേട് ഈ പാറക്കോറിക്കാരെ കൊണ്ട് ഈ പഞ്ചായത്തിനെ കൊണ്ട് യാതൊരു രൂപയുണ്ട്. ദയവായിട്ട് എന്ത് സമയത്തും ഞാൻ റോഡ് നമുക്ക് ആവശ്യം തന്നെ. നമ്മൾ അന്നേ നമ്മൾ പറയുന്ന കാര്യമാണ്. ആര് ഇലക്ഷൻ വന്നാലും നമ്മൾ മുമ്പേ പറഞ്ഞാൽ കുടിവെള്ളവും റോഡും അത് രണ്ടും നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഈ റോഡിൻ്റെ അരിവിന് കിടക്കണം. നമുക്ക് റോഡില്ല. ഈ അമ്പലത്തിൻ്റെ അവിടം തൊട്ട് തുളസിക്ക് വരെ ഇല്ലാതെയുള്ളൂ. അത് നിങ്ങളെ പോലെയുള്ളവർ ഭരണമാണ് നമ്മൾ പറയണത്. നമ്മളെ കടമയാണ്. ഈ ബാക്കി കാര്യം നിങ്ങൾ എല്ലാവരുടെയും പറയുന്നുണ്ട്. ആ റോഡ് നമുക്ക് കുറച്ച് നാളുകൊണ്ട് ഇതുവഴി നടക്കാൻ പോലും മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളക്കെട്ട്, നമ്മളെ പുറത്ത് മുത്തും ചെളിയും, കൊച്ചുങ്ങൾക്ക് പഠിക്കാൻ പോകാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ വെള്ളവും വേണം അത്യാവശ്യം റോഡാണ്, വെള്ളവും ഇല്ല. അപ്പം അത് ശരിയാക്കണം. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. ഈ റോഡിൻ്റെ ഇരു സൈഡുകളുമായി ജലമിഷൻ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പുകളിൽ നിന്നും ഈ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിയാത്തതിൻ്റെ കാരണത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. സാക്ഷി ടി വിക്ക് ഒന്നേ പറയാൻ, വഴിയും ജലവും അത് സാധാരണക്കാരൻ്റെ അവകാശം കൂടിയാണ്. അധികാരികൾ ഒന്നോർക്കുക, മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല.